ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മഴ പെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതായിരുന്നു. അപ്പം ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇലകളൊക്കെ ഇങ്ങനെ മഴ വീണ് മഴത്തുള്ളി വീണ് പിന്നെ നല്ല ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കളറുകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇലച്ചെടികളൊക്കെ നല്ല ഭംഗി കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പൂവിടുന്ന ചെടികളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയവളം ഇവക്ക് ഭയങ്കര കൊതുകിൻ്റെ അലർജി ആയിട്ട് മോക്ക്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കൊതുകുകളെ കഴിക്കുകയും ചെയ്യും. മേലൊക്കെ ഇങ്ങനെ അടയാളമായിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇപ്പം മഴക്കാലം നേരത്തെ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ. ഇതിപ്പം പിറ്റേ ദിവസമാണ് ബാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്തായാലും ഒന്നിനും സമയം തികയാത്ത പോലെയാണ് ഇപ്പോൾ. ഞാൻ എത്ര ടൈം അഡ്ജസ്റ്റ് ചെയ്താലും ടൈം കിട്ടുന്നില്ല. അത് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊരു മടി വന്നിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് എന്നും വിചാരിക്കും അടുത്ത പ്രാവശ്യം തൊട്ട് എന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷെ കഴിയൂല. ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേന് നമ്മുടെ ചെടികളൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അന്നേരം ഞാൻ എന്താ പറയുക, ഈ കാണുന്ന പുതിയ അഗ്ലോണിമുകളൊക്കെ ഞാൻ സെയിലിനിടും. ചെറിയ റേറ്റിനൊക്കെ ഇടും. അന്നേരം എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നേരത്തെ കോൺടാക്ട് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു. അന്നേരം അഗ്ലോണിമ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മളത് മഴക്കാലം കഴിയുമ്പോൾ സെയിലിനിടും. എന്തായാലും അന്നേരം കോൺടാക്ട് ചെയ്യണം കേട്ടോ, ആവശ്യമുള്ളവർ. ഈ മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാണാൻ നല്ല രസമാണല്ലേ. പക്ഷേ പൂക്കളുടെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇലഭംഗി നല്ലോണം ഉണ്ടാവും. പൂക്കളുടെ ഭംഗിയൊക്കെ നശിച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ചെടി എന്ന് പറഞ്ഞാൽ റോസാണ് കേട്ടോ. ഞാൻ റോസാണ് എനിക്ക് ഇത്രയും ശരിയായി കിട്ടാത്തൊരു ചെടി. ഇനിയിപ്പോൾ നോക്കണ്ട, ഇതൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ട് ഞാൻ ലെവലായിട്ട് കിട്ടുള്ളൂ. ഏതായാലും മഴ പെയ്യട്ടെ. വെള്ളമില്ലാത്തവരും എല്ലാവർക്കും വെള്ളമൊക്കെ ഒന്ന് ആയി കിട്ടട്ടെ അല്ലേ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ടായിരുന്നു കേട്ടോ. താമര ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ മീനിങ്ങനെ കുറേ എണ്ണമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കാണാം. ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഞാൻ എടുത്ത സമയത്തൊന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. മോനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓനെ വീഡിയോയിൽ പെടുത്തിയത് ഓനക്ക് ഇഷ്ടമല്ല വീഡിയോയിൽ വരുന്നതൊന്നും. ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഈ വീഡിയോസൊക്കെ നമുക്കൊരു മെമ്മറികളല്ലേ. മക്കളുടെ വളർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഒരിക്കൽ നോക്കുമ്പം അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ഒരു ചെടി ആയാലും ശരി, ഇപ്പോൾ ഈ കാണുന്ന ചെടികൾ ഏതെങ്കിലും നശിച്ചു പോയാലും കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതിവിടെ തന്നെ ഉണ്ടായി വന്ന ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. നട്ടതൊന്നുമല്ല, അത് ജസ്റ്റ് അങ്ങനെ മതിലുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊന്നുമല്ലല്ലോ, അപ്പോൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വലിയ ലീഫായിട്ടാണ് വന്നത്. ഈ പിന്നെ മണി പ്ലാന്റൊക്കെ മതിലിൽ കയറി കഴിഞ്ഞാൽ വലിയ ലീഫായിട്ടാണ് ഉണ്ടാവുക. അപ്പം അതുപോലെ ഈ ചെടിക്ക് എന്താ പറയുക, ഇത് 4 മണിപ്പൂ എന്ന് ഞങ്ങൾ പറയൽ. അതുപോലെ വേറെ അസർമുല്ല, അവൻ അസർ പറഞ്ഞാൽ ഈവനിങ് അസർമുല്ല എന്നാണ് നമ്മളതിന് പറയുക. അതിന് ഇപ്രാവശ്യം റോസ് കളറാണ് ഉണ്ടായത്. മഞ്ഞയും വെള്ളയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ തന്നെ പല കളറും ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം റോസാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പറയലുണ്ട്, ഇതിൻ്റെ ഒരു കിഴങ്ങ് നമ്മൾ തലൻ്റെ അത്ര വലുപ്പമായ വീട്ടിൽ മരണം നടക്കുന്നൊക്കെ. ഉള്ളതാണോന്നൊന്നും അറിയില്ല, ഒന്നും ഉണ്ടാവില്ലല്ലേ. ഓരോരുത്തരും ഉണ്ടാക്കുന്ന അടിച്ചിറക്കണ കഥകളായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. പേടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ചെടികളൊക്കെ കളയലുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടായതൊക്കെ കളയും, പുതിയതൊക്കെ നിർത്തൽ കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി. കൂടാതെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി ഭയങ്കരമായിട്ട് പെട്ടുപോയി ഞാൻ. പിന്നെ പുതിയ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങേണ്ടി വന്ന്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല.
വീഡിയോൻ്റെ റീച്ചാണെങ്കിൽ കുറഞ്ഞ് ചെയ്തിട്ടുണ്ട്. 1940 ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ 2K ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതായിരുന്നു. അതിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ലാഗായിപ്പോയത്. എന്തായാലും ഇനിയെങ്കിലും പ്രോപ്പറായിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഒന്നാമത് മോള് ഈ ഒരു ഇതായതുകൊണ്ട് മോളെപ്പോഴും അങ്ങനെ ഒരു വാശിയാണ്. പിന്നെ മക്കൾ വീട്ടിലുണ്ടാവും. അപ്പം അങ്ങനെ ഒരു തിരക്കുകൾ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ മക്കളൊക്കെ പോകും. അപ്പം പിന്നെ കുറച്ച് ഒഴിവൊക്കെ ഉണ്ടാവും. പുള്ളിനെ ഹെൽപ്പ് ചെയ്താലും കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാലും ശരി. പിന്നെ നമുക്ക് എന്നാലും കുറേ പണികളുണ്ടാവും. തെച്ചൊക്കെ പൂട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ മഴ പെയ്തുകൊണ്ട് ഞാനൊന്നും ഭംഗിയുണ്ടാവില്ല കാണാൻ. പിന്നെ കൊപ്രപ്പണി അങ്ങനത്തെ പല പണികളും ഒരുപാട് തിരക്കുകളായിരുന്നു. ഇനിയും പ്രോപ്പറായിട്ട് എടുക്കണം, ഇടണം, ചെടി സെയിൽ ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസിന് ലൈക്കെങ്കിലും ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനവിടെ അന്ന് ഹാങ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റ് നല്ലോണം വളരുന്ന മണി പ്ലാന്റും കൂടെ തന്നെ മറ്റേ ടെർട്ടിൽ വെയിനും നല്ലോണം വളർന്നു വരുന്നുണ്ട് കേട്ടോ. ടെർട്ടിൽ വെയിന് അന്ന് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പൈപ്പിൻ്റെ PVC പൈപ്പിൻ്റെ പീസ് അതിന് നട്ടതാണത്. പക്ഷെ നല്ല രസമായിട്ടുണ്ടാവും. മഴക്കാലത്ത് ടെർട്ടിൽ വെയിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ അവിടെ വെച്ചതാണ് കേട്ടോ. ഞാൻ എന്ത് ചെടി നടുമ്പോഴും അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്കാണ് എൻ്റെ മനസ്സ് ആദ്യം പോവുക. ഞാൻ ചിന്തിക്കുന്നത് അത് വലുതായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ മുറ്റത്ത് ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറേ മത്തനും അതൊക്കെ മുളച്ചിട്ടുണ്ട്. മത്തനാണോ കുമ്പളാണോ ഒന്നും അറിയില്ല. കുമ്പളം ആയിരിക്കാനാണ് ചാൻസ് അല്ലേ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ മുളച്ചിട്ടുണ്ട്. കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കൊണ്ടുവരലുണ്ട്. അതിൻ്റെ വേസ്റ്റിൽ മുളച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതവിടെ നിർത്തിയിരിക്കുകയാണ്. എന്താവും നോക്കാമല്ലോ. പിന്നെ ഇങ്ങോട്ടേക്ക് ലേശം തെച്ചിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വെക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സെറ്റാക്കണമൊക്കെ. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ കുറേ തിരക്കും എല്ലാം കൂടായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പെന്നി വേർട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത് കുറേ പേരിനോട് ചോദിച്ചിട്ടുണ്ട് പെന്നി വേർട്ട് തരുമോയെന്ന്. ഞാനെങ്ങനെ അതായിട്ട് തരിക? അതായിട്ട് കൊടുത്താൽ നമുക്ക് കൊറിയർ ചാർജ് വാങ്ങുന്നവർക്ക് മുതലാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് അയച്ചു കൊടുക്കുമ്പോൾ എനിക്കും ഒരു റാഹത്ത്, വാങ്ങുന്നവർക്കും ആ കൊറിയർ ചാർജ് ചിലവാക്കിയതിനുള്ള ഇത് കിട്ടുള്ളൂ. ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിയത് 30 രൂപക്കാണ്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാനൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ചെടികളൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എനിക്കും ഒരു ഏണിങ്സ് ആവും, ചെറിയ ഒരു ഏണിങ്സ് ആവും. അപ്പോൾ നിങ്ങൾക്കും നഷ്ടമൊന്നും 70 രൂപ കൊറിയർ ചാർജ് കൊടുത്താൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ടെർട്ടിൽ വെയിനും അതേപോലെ മണി പ്ലാന്റും. അതൊരു ലൈറ്റ് യെല്ലോ കളറ് മണി പ്ലാന്റാണ്. ഈ ചെടിയുടെ എല്ലാം കണ്ടോ, ഇതിന് പ്രത്യേക ഒരു ചുവപ്പ് കളറാണ് അതിൻ്റെ അടിഭാഗം. ആദ്യമൊക്കെ ഈ വീടുകളുടെ മുറ്റത്ത് വലിയ മരങ്ങൾ പോലെയൊക്കെ ഉണ്ടായ ചെടിയായിരുന്നത്. ഇപ്പം നഴ്സറികളിലൊക്കെ ചട്ടിയിലും കവറിലൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കൊരാൾ കൊമ്പ് തന്നതായിരുന്നു. അതെങ്ങനെയോ മുളച്ച് കിട്ടിയതാണ്. കുറേ പ്രാവശ്യം നട്ടിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുളച്ചതാണ്. അതുപോലെ നമ്മളെ കുരുമുളക് കണ്ടോ, കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വളം പ്രോപ്പർ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് കായ കുറവാണിപ്പോൾ. ഈ മഴക്കാലത്ത് വളം ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നല്ല കായൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതുണ്ടായ ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കുരുമുളക് കൊണ്ടില്ലേ. പക്ഷേ ഞാൻ ഈ കുരുമുളക് നട്ട ശേഷം ഞാൻ വീട്ടിൽ നിന്ന് കുരുമുളക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അയിമത്തെ കുരുമുളക് തന്നെയാണ്. പച്ച കുരുമുളകായിട്ടും അതുപോലെ ഉണക്കി കുരുമുളകിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ആവശ്യമുള്ളവർ ഇതേപോലെയൊക്കെ പിന്നെ ഒരു കുരുമുളക് 2 കുരുമുളക് തൈകളൊക്കെ ഒന്ന് വാങ്ങി വെച്ച് വെക്കുക. നമ്മളെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ച് വെക്കുക. പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കുരുമുളക് തൈയൊക്കെ. പിന്നെ അപ്പോൾ കുരുമുളക് വലിയ റേറ്റ് ഒന്നുമില്ല, 50-100 ഇടയിലൊക്കെ ഉള്ളൂ. ഞാൻ വാങ്ങിയത് ഇവിടെ 80 രൂപയൊക്കെ തോന്നുന്നുണ്ട് ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.